ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് 3-4 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു മുഴുവൻ വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതും 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 4 ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വലുതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 സവാള മതിയാകും. ഇതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞ് സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ സവാള ഏകദേശം ബ്രൗൺ കളറായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടും. ഇതുപോലെ തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഫ്ലെയിം ഹൈയിലാക്കി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. അങ്ങനെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കവർ ചെയ്ത് വെച്ച് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളം നല്ലതുപോലെ തന്നെ ഇറക്കി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളം ഇതുപോലെ നന്നായി ഇറങ്ങി വന്ന ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് പറ്റിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഇതിലേക്ക് നന്നായി ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ കുക്കായി കിട്ടുന്നതിന് വേണ്ടി 20 മിനിറ്റ് ഏകദേശം ഇതുപോലെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി രുചിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങാക്കൊത്തും
കറിവേപ്പിലൊക്കെ ആദ്യം വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ റോസ്റ്റിന് ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇരട്ടി രുചിയിൽ കിട്ടിയ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇരട്ടി രുചിയിൽ റെഡിയാക്കിയെടുത്ത ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.